നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ടൈപ്പ് സെറ്റിംഗ് ലാംഗ്വേജ് ആയ ലാടെക്കിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ലാടെക് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ലാടെക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സെറ്റിംഗ്, നമ്മൾ ടൈപ്പ് ചെയ്ത് ഒരു ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കാനുള്ള ഒരു ഡോക്യുമെന്റാണ്. ഉദാഹരണത്തിന് പറയാം, നമ്മുടെ MS വേർഡ് പോലെ, മൈക്രോസോഫ്റ്റ് വേർഡ് പോലെ നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലാടെക്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ വേർഡ് അല്ലാതെ ലാടെക് ഉപയോഗിക്കുന്നത്? ലാടെക്കിന്റെ പ്രധാന പ്രത്യേകതകളെന്ന് പറയുന്നത് ഇത് ഒരു ഫ്രീ ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആകണം എല്ലാവർക്കും. നമുക്കറിയാം, വിൻഡോസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ വേർഡൊക്കെ അതിൽ പല ഫീച്ചേഴ്സും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ലാടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്ട്രീംലി ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ലാടെക്. അപ്പോൾ നമുക്ക് ലാടെക്കിനെ കുറിച്ച് അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ നോക്കാം. ഇതൊരു ടൈപ്പ് സെറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ലാടെക്. വിവിധങ്ങളായിട്ടുള്ള എഡിറ്ററുകളുണ്ട് നമുക്ക് ടെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൺലൈനായിട്ട് അവൈലബിൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആപ്പ് ചെയ്യാം. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ കാണാം. ഇനിയിപ്പോൾ ഇതിന്റെ ഡെവലപ്പർ ആരാണ്? ലാടെക് എന്നല്ല, ടെക്കാണ് ഇതിന്റെ മുൻഗാമി എന്ന് പറയുന്നത്. ആദ്യം ടെക് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്ത ആളാണ് ഡൊണാൾഡ് ന്യൂത്ത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ടെക്ക് ഡെവലപ്പ് ചെയ്തത്. ഡൊണാൾഡ് ന്യൂത്ത് ആണ് ടെക്ക് ഡെവലപ്പ് ചെയ്ത മനുഷ്യൻ. അതിനുശേഷം ആ ടെക്കിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത വ്യക്തിയാണ് ലെസ്ലി ലാംബോർട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമായിട്ടാണ് പേര് ലാംബോർട്ട് ടെക് എന്നാക്കി മാറ്റിയത്. ലെസ്ലി ലാംബോർട്ട് ആണ് ലാടെക് എന്നുള്ള പേര് ഇതിന് നൽകിയത്. അപ്പൊ ആ ടെക്കാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പൊ ആദ്യത്തെ ടെക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഫാസ്റ്റ് അല്ലായിരുന്നു അതിന്റെ റണ്ണിങ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ കോഡ് ചെയ്യുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതെല്ലാം മാറ്റി കുറച്ചുകൂടി ഈസി ആക്കുകയാണ് ഈ പുതിയ വേർഷൻ ലാടെക്കിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ലാടെക് പ്രിഫർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ലാടെക് എന്ന് പറയുന്നത്. ലാടെക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് അറിയാം വേർഡിനെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടൂൾ ബാറിൽ പോയിട്ട് നമ്മളവിടെ ചെയ്യേണ്ടതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഓരോ ലെറ്റേഴ്സ്, ഗ്രീക്ക് ലെറ്റേഴ്സ് ആണെങ്കിൽ അത് എടുക്കാൻ പാട്, അതുപോലെ അതിന്റെ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാൻ പാട്, പിന്നെ ഇന്റഗ്രേഷൻ ഒക്കെ ആണെങ്കിൽ സിമ്പിൾ കൊണ്ടുവരാൻ പാട്. അപ്പോൾ എക്സ്ട്രീം ആയിട്ട് മാത്തമാറ്റിക്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് ലാടെക്. അപ്പോൾ മാത്തമാറ്റിക്സിന്റെ പ്രോജക്റ്റുകളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം കൂടുതൽ തയ്യാറാക്കുന്നത് ഈ ലാടെക്കിലാണ്. അപ്പോൾ വേർഡിൽ നിന്ന് വിപരീതമായിട്ട് ഇതൊരു പ്രോഗ്രാമിംഗ് സ്റ്റൈലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വേർഡിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നോ അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പൊ നമ്മൾ വേർഡിൽ x² എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം. നമ്മൾ നേരെ എന്ത് ചെയ്യും? എക്സ് എടുക്കും, സംഖ്യ എടുത്ത് വയ്ക്കും, അതിന്റെ മുകളിൽ പവർ കൊണ്ട് വയ്ക്കാനുള്ള ഇപ്പൊ ഇങ്ങനെ രണ്ട് ബട്ടൺ കാണും. ആ രണ്ട് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എക്സും സ്ക്വയറും കൊടുക്കും. ഇവിടെ ലാടെക്കിന്റെ കമാൻഡ് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഡോളർ സിമ്പലിനകത്ത് എക്സ് പിന്നെ പവർ, ഈ സിമ്പലിൽ 2 കൊടുക്കും, ഡോളർ ക്ലോസ് ചെയ്യും. ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പുറത്ത് ടൂൾ ബാറിലൊന്നും പോവാതെ തന്നെ നമുക്ക് കോഡിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പ്രോജക്റ്റ് റിപ്പോർട്ട്, പിന്നെ ബുക്കുകൾ തയ്യാറാക്കാൻ, ഇപ്പൊ ബുക്ക് നമ്മൾ തയ്യാറാക്കുമല്ലോ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഒരെണ്ണമാണ് ഇതിന്റെ ലോജിക്കൽ ഡോക്യുമെന്റ് സ്ട്രക്ചർ. അതായത് ഇപ്പൊ നമുക്ക് സെക്ഷൻ, സബ് സെക്ഷൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇവിടെ ടെക്ക് എല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യും. ഈ സെക്ഷൻ ആയാലും സബ് സെക്ഷൻ ആയാലും നമ്പറിംഗ് എല്ലാം ടെക്ക് ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇപ്പൊ നമ്മളൊരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യുന്ന സമയത്തായിരിക്കും പുതുതായിട്ടൊരു സെക്ഷൻ കൂടി ചേർക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു ഇടയ്ക്കാണ് ഒരു സെക്ഷനോ വല്ലതും ചേർക്കേണ്ടതെങ്കിൽ നമ്മൾ പിന്നെ പോയി ചേഞ്ച് ചെയ്യേണ്ടി വരും. ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് കൊടുത്താൽ മതി. /സെക്ഷൻ അല്ലെങ്കിൽ /ചാപ്റ്റർ എന്നുള്ള കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പർ മാറും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഒരു ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഈ കണ്ടന്റ്സ് ഉണ്ടല്ലോ, ഡീഫോൾട്ട് ആയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ക് തന്നെ ഇതെല്ലാം തന്നെ എടുത്തോളൂ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വേർഡിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു എഡിഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ടെക്കിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. ഇതിപ്പോൾ ചെയ്തപ്പോഴത്തേക്കും നോക്കിക്കേ, ടെക്കിന്റെ ഒരു ഐഡിയയിൽ നമ്മൾ സാധാരണ ചെയ്യും പോലെല്ലാം ടെക്കിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ്, നമ്മുടെ കണ്ടന്റ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ വേർഡിലൊക്കെ എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും നമ്മൾ തന്നെ എൻ്റർ ചെയ്യും,
നമ്മൾ തന്നെ പേജ് നമ്പർ കൊടുക്കും, നമ്മൾ തന്നെ ആ പേജ് എല്ലാം കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ടെക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒറ്റ കമാൻഡ് മതി. ഇവിടെ ഞാൻ ഇപ്പോൾ മിനിമൈസ് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ ഇവിടെ സ്ലാഷ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ലാഷ് ടേബിൾ ഓഫ് കണ്ടന്റ് ഈ ഒരു കമാൻഡ്, ഇവിടെ കാണുന്ന ഈ ഒരു കമാൻഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടന്റ്സ് തിരിച്ചു വരും. ഇത് കണ്ടന്റ്സ് നമുക്ക് ഇവിടെ തിരിച്ച് കാണാനായിട്ട് സാധിക്കും. ഇതൊന്ന് റണ്ണായി കഴിഞ്ഞ് ഇവിടെ ഗ്രീൻ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്കതിവിടെ കാണാൻ പറ്റും. തിരിച്ച് ഗ്രീൻ സിമ്പിൾ വന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് തന്നെ കണ്ടന്റ്സിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ സ്വതന്ത്രമായിട്ടിരുന്ന് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ചാപ്റ്റർ ടൈറ്റിൽ ഇത് എങ്ങനെ കൊടുക്കാന്നുള്ള ലാറ്റക്കിനെ കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണിത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷൻ, ഈ ബേസിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന മാത്സിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ 23ാമത്തെ പേജാണ്. വേർഡ് ലാറ്റക്ക് തന്നെ ചെയ്തോളും. അപ്പോൾ ഈ ഒരു ഒറ്റ കമാൻഡിൻ്റെ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനകത്തുള്ള മുഴുവൻ കണ്ടന്റ്സും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സമയം നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭമാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിന് മുമ്പ് നമുക്കൊരു സെക്ഷൻ വേണമെന്ന് വെച്ചാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് സോഴ്സിലോട്ട് പോയി. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്ന അത് ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഇത് എവിടെയാണോ ആ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ലിമിറ്റിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിമിറ്റിൽ വന്നപ്പോൾ ഇവിടെയാണ് സെക്ഷൻ തുടങ്ങിയത്. ഇതിന് മുമ്പ് എനിക്കൊരു സെക്ഷൻ കൂടി വേണമായിരുന്നു. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എന്ന് കൊടുത്തിട്ട് മോർ ഓൺ മാത്സ് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് പുതിയൊരു സെക്ഷൻ നമ്പർ ഞാനിവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തു. ആ ഗ്രീൻ ബട്ടൺ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഇവിടെ 6.3 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആഡായി. അത് ഇവിടെ നമുക്ക് ഈ കണ്ടന്റ്സിലോട്ടും നമുക്ക് ഒരു പുതിയ സെക്ഷൻ, ഇവിടെ ഇപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് റെഡി ആവത്തില്ല. ഇത് ഡബിൾ കമ്പയർ ചെയ്യേണ്ടി വരും. 2 തവണ കമ്പയർ ചെയ്യുമ്പോഴേ ആ ഒരു സെക്ഷൻ നമുക്ക് മാറി റെഡിയായി വരത്തുള്ളൂ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കണ്ടന്റ് കൊടുക്കുമ്പോഴത്തേക്കും നോക്ക്, ഇവിടെ വരുമ്പോഴത്തേക്കും ആ സെക്ഷൻ, പുതിയൊരു സെക്ഷൻ കൂടെ ഇവിടെ ചേർന്നു. നമുക്ക് വേറെ പാടില്ല, നമ്മളിവിടെ കൊണ്ടൊന്ന് വീണ്ടും ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ സെക്ഷൻ, അതുപോലെ പേജ് നമ്പറിങ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്ന ഈ ഒരു PDF ഇതെന്ന് പറയുന്നത് ഒരു PPT ആണ്, ഒരു പ്രസന്റേഷൻ ആണ്. ആ പ്രസന്റേഷൻ ബീമർ പാക്കേജിലാണ് ചെയ്തിരിക്കുക. അങ്ങനെ ഈ ഒറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള ചെയ്യേണ്ടി വരും. ഇപ്പം വേർഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേർഡിനകത്ത് തന്നെ പ്രസന്റേഷൻ ഇല്ല, അതിന് വീണ്ടും പോയി പവർ പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ലാറ്റക്ക്. അപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റും, പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പിക്ചറുകൾ ചെയ്യാൻ പറ്റും, അതുപോലെ വരയ്ക്കാൻ പറ്റും. ഇതിനകത്ത് സർക്കിൾ ആയാലും എന്ത് കാര്യങ്ങളും ജോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഇനി ഈ ടെക്ക് എഡിറ്ററിനെ കുറിച്ച്, ഇപ്പോൾ ഇതൊരു ഡമ്മി പ്രോജക്റ്റ് ആണ്. ഇവിടെ പറയുന്ന പോലെ നമുക്ക് ഹൈപ്പർ റഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെയുള്ളതെല്ലാം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നോക്കുന്നത് ഏതൊക്കെ എഡിറ്റർ നമുക്ക് ഉപയോഗിക്കാം ടെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷനാണ് ടെക് സ്റ്റുഡിയോ. ടെക് സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആൻഡ്രോയിഡിൽ പോലും, ഇൻ കേസ് മൊബൈൽ ഫോണിൽ പോലും നമുക്ക് ടെക്കിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആപ്പുകൾ നമുക്ക് കിട്ടും, കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ടെക് സ്റ്റുഡിയോ. പക്ഷേ ഒരു കാര്യമുള്ളത്, ടെക് സ്റ്റുഡിയോ മാത്രമായിട്ട് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. പാക്കേജുകൾ ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഇവിടെ പോകണം, miktek.org എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അവിടെ പോയി വിൻഡോസിന് ആവശ്യമായ ഇതിവിടെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററോട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ചില പാക്കേജുകൾ അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും. അതേപോലെ വീണ്ടും നമ്മൾ ടെക് സ്റ്റുഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അഡീഷണൽ വേണ്ട പാക്കേജുകൾ എടുക്കാൻ അവർ പറയും. ഇനി ഇത് കുറച്ച് നെറ്റിൻ്റെ ആവശ്യമുള്ളതാണ് ഡൗൺലോഡ് ചെയ്യാൻ. ഡൗൺലോഡ് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമൊന്നും വേണ്ട. ഇനി ഓൺലൈനായിട്ട് ചെയ്യേണ്ട ഒരു ആപ്പാണ് ഓവർലീഫ്. ഒരു ആപ്പല്ല, ഒരു വെബ്സൈറ്റ് ആണ് ഓവർലീഫ്. അപ്പോൾ ഈ ഓവർലീഫ് എന്ന് പറയുന്ന ഒരു സൈറ്റിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീ തന്നെയാണ്. ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ വേണ്ടി ഇത് ഫ്രീ ആണ്. മറ്റുള്ള ടെക് സ്റ്റുഡിയോ ആയാലും മിക്ടെക് ആയാലും അതെല്ലാം ഫ്രീ തന്നെയാണ്, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് ചെയ്യുന്നതെല്ലാം ഇത് ഫ്രീ തന്നെയാണ്. ഈ ഓവർലീഫ് എന്ന് പറഞ്ഞ സൈറ്റ് ആയാൽ പോലും ഇതിനകത്ത് വന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിനകത്തേക്ക് പോവാം. അതിനകത്തേക്ക് പോയിട്ട് നമുക്ക് ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് എടുക്കുക, ബ്ലാങ്ക് പ്രോജക്റ്റ് എടുത്ത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ടൈറ്റിൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് നമുക്ക് ടെക്ക്, എന്താണ് ടെക്ക്,
അതുപോലെ വേർഡുമായിട്ടുള്ള ഇതിന്റെ വ്യത്യാസം എന്താണ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് അറിയാമല്ലോ, മാത്സ് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ടെക്കാണ്. അതുപോലെ കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ലാറ്റക്കിനാണ്. ഇനി ഈ സയൻസ് എന്നല്ല, ഏത് വിഷയമായാലും ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ അതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന ലെക്ചറുകളിൽ നമ്മൾ ബേസിക് ലെവലിൽ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുതലുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.